ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. സാരി ബ്ലൗസിന് ഈ രീതിയിലുള്ള നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്ന് നോക്കാം. നെക്കിൻ്റെ അളവെടുക്കാനായിട്ട് നമുക്ക് അളവ് ബ്ലൗസിൽ നിന്ന് അളവെടുക്കാം. റൗണ്ട് നെക്കായിട്ടുള്ളൊരു അളവ് ബ്ലൗസിൽ നിന്നാണ് നമ്മൾ നെക്കിന് അളവെടുക്കേണ്ടത്. അപ്പം നമുക്ക് ഈ രീതിയിലുള്ള നെക്ക് കട്ട് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ എത്രയാണ് വരുത്തേണ്ടതെന്ന് നമുക്ക് കൂടി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അളവ് ബ്ലൗസ് കറക്റ്റായിട്ട് ഷോൾഡറൊക്കെ വെച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും അളന്നെടുക്കാം. നെക്ക് വിഡ്ത്ത് ഇവിടെ 5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നെക്ക് ലെങ്ത്ത് ഇതുപോലെ ടേപ്പ് പിടിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 7.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതും നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ അളവെടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ അളവെടുക്കുമ്പോൾ നമുക്ക് ഹുക്കൊക്കെ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം വേണം അളവെടുക്കാനായിട്ട്. ഇതുപോലെ ടേപ്പ് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് 5.25 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇത് റൗണ്ട് നെക്കിൻ്റെ അളവാണ്. നമുക്ക് കർവ്ഡ് വി നെക്കാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ നെക്കിൻ്റെ അളവുകളിൽ വരുത്തുന്നുണ്ട്. പിന്നെ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 8 ഇഞ്ച് നീളത്തിലും 8 ഇഞ്ച് വീതിയിലുള്ളൊരു പീസ് ക്യാൻവാസ് എടുത്തിട്ട് 2ആക്കി മടക്കിയിട്ടുണ്ട്. നെക്ക് വിഡ്ത്ത് നമുക്ക് നേരത്തെ കിട്ടിയത് 5 ഇഞ്ചാണ്. അപ്പോൾ ക്യാൻവാസിലായതുകൊണ്ട് അതിൻ്റെ നേർപകുതി കറക്റ്റ് 2.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. പിന്നെ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തണം. നമുക്ക് 7.5 ഇഞ്ചാണ് ലെങ്ത്ത് കിട്ടിക്കുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് ചേർത്ത് 8 ഇഞ്ചാവും. പ്ലസ് നമുക്ക് 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഷേപ്പിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അല്ലെങ്കിൽ തീരെ ചെറുതായി പോകും. അത് കാരണം കൊണ്ട് ഞാൻ ഇവിടെ 1/2 ഇഞ്ച് ചേർത്തിട്ട് 8.5 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഇനി മുകളിൽ നിന്ന് താഴോട്ട് നമുക്കൊരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗത്തെ വീതി 3.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ റൗണ്ടിനൊക്കെ ആകുമ്പോൾ നമുക്കൊരു 2.5 ഇഞ്ച് അല്ലെങ്കിൽ 2.25 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതിയാവും. നന്നായിട്ട് വൈഡായിരിക്കും. പക്ഷേ ഈ രീതിയിലുള്ളൊരു ഷേപ്പ് ആകുമ്പോൾ ഇത്തിരി വിഡ്ത്ത് ഇത്തിരി അധികം എടുത്താൽ മാത്രമേ നമുക്ക് നല്ല ഭംഗിയിലായിട്ട് നെക്ക് ഇരിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് 3.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഈ പോയിന്റിൽ നിന്ന് നമുക്ക് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ ചെരിച്ച് വരയ്ക്കാം. അതിനുശേഷം നമുക്ക് 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് നെക്ക് ആകുമ്പോൾ നമുക്ക് നെക്കിൻ്റെ അടിഭാഗം വരെ ഒരേപോലെ നന്നായിട്ട് വൈഡായിരിക്കും. ആ അളവിൽ തന്നെ നമ്മൾ ഈ രീതിയിലുള്ള അടിഭാഗം വി ഷേപ്പ് വരുന്ന നെക്ക് കട്ട് ചെയ്താൽ നമുക്ക് ഷോൾഡർ വൈഡായിട്ടിരിക്കും. താഴ്ഭാഗം വരുമ്പോൾ ചെറുതായി വരുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ വിഡ്ത്ത് കുറച്ച് കൂട്ടിയെടുത്തതും ലെങ്ത്ത് കുറച്ച് കൂട്ടിയെടുത്തതും. എന്നാലാണ് ഫ്രണ്ടിലും ബാക്കിലും നെക്ക് കാണാനും ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ട് 8 ഇഞ്ച് നീളത്തിലും വീതിയിലുള്ളൊരു ക്യാൻവാസ് എടുത്ത് 2ആക്കി മടക്കി നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് നെക്ക് ലെങ്ത്ത് നമുക്ക് 5.25 ഇഞ്ചാണ് നമുക്ക് അളവ് എടുത്തിട്ടുള്ളത്. അതിൽ 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ചേർത്ത് അപ്പോൾ 6.25 പ്ലസ് 1/2 ഇഞ്ചും കൂടി ലെങ്ത്തിൽ കൂട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 6.25 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി മുകളിൽ നിന്ന് താഴോട്ട് 4 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുക. 4 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടുത്തെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നമുക്ക് അളവ് ബ്ലൗസിൽ വിഡ്ത്താകുമ്പോൾ 2.25 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് 1/2 ഇഞ്ച് ചേർത്ത് 3.25 ഇഞ്ചിൽ തന്നെയാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. 3.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് നമുക്ക് ആ പോയിന്റിൽ നിന്ന് താഴോട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ചെരിച്ച് വരച്ച് നമുക്ക് നെക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ പുറത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തുണിയിൽ വെച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കണം. അതുപോലെ അയൺ ചെയ്തെടുത്തതിന് ശേഷം 4 ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കിയുള്ള തുണി നമുക്ക് വെട്ടിക്കളയാം. ഇനി 4 ഇഞ്ച് നമുക്ക് ക്യാൻവാസും ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 2 പീസിൻ്റെയും 4 ഇഞ്ച് മടക്കി ക്യാൻവാസിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള
ബാക്ക് പീസ് എടുക്കുക. അതിൽ നിന്ന് ബാക്ക് പീസ് നമുക്ക് നെക്ക് ആയിട്ട് അറ്റാച്ച് ചെയ്യാം. അതിന് വേണ്ടി ബാക്ക് പീസിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുത്തിട്ട് ഈ നമ്മൾ നെക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് ഒന്ന് പിൻ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം ഇതേപോലെ ക്യാൻവാസിൻ്റെ അരികിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുർത്തിക്കൊക്കെ നെക്ക് കട്ട് സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ നമുക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ കോർണറൊക്കെ കൃത്യമായിട്ട് സൂചി കുത്തി നിർത്തി തിരിച്ച് വേണം നമുക്ക് പോയിൻ്റ് കറക്റ്റാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഉൾഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ആ കോർണറിൻ്റെ ഭാഗം നമുക്ക് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് മറിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് കോർണറൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻറ്റർ കറക്റ്റ് ആക്കി വെച്ച് പിൻ ചെയ്തതിന് ശേഷം ക്യാൻവാസിൻ്റെ അരികെ ചേർത്ത് കോർണറൊക്കെ കറക്റ്റാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് വിട്ടതിന് ശേഷം ഉൾഭാഗം കട്ട് ചെയ്ത് നേരത്തെ ബാക്കിനൊക്കെ ചെയ്തതുപോലെ തന്നെ നമുക്ക് കോർണറിൽ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്ത് ഉള്ളിലേക്ക് മറിച്ച് എടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇതുവരെ നമ്മൾ ഫ്രണ്ടിലത്തെ ടക്കുകളൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഫ്രണ്ട് വശത്തെ ടക്കുകൾ നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഇതേപോലെ നമുക്ക് ടക്കുകൾ 2 സൈഡിലത്തെയും തയ്ച്ചെടുക്കാം. നെക്ക് നമ്മൾ കൃത്യമായിട്ട് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടക്കൊന്നും ആദ്യം തന്നെ ഇടാതിരുന്നത്. ഇനി ടക്കൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി 2ആക്കി ഇതേപോലെ തന്നെ സെൻറ്റർ ഭാഗം ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് 2ആക്കി എടുത്തതിന് ശേഷം നമുക്ക് കട്ടിങ്ങുമായിട്ട് ഓരോ ഭാഗങ്ങളും അറ്റാച്ച് ചെയ്തെടുക്കാം. കട്ടിങ്ങുമായിട്ട് ചേർത്ത് തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് 2 വശത്തെയും പട്ട വെച്ച് കൊടുക്കാം. പട്ട വെച്ച് കൊടുക്കുമ്പോൾ 2 സൈഡിലും 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തന്നെ നമ്മൾ അടിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരു സൈഡിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നെക്കിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരും. ഇനി നമുക്ക് മുൻവശവും പിൻവശം കൂടി ജോയിൻ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ബാക്ക് ഭാഗം ഇതുപോലെ തന്നെ നല്ല വശം മുകളിലാക്കി വെച്ചതിന് ശേഷം ഫ്രണ്ട് വശം നല്ല വശം താഴ്ഭാഗത്താക്കി വെച്ച് ഓരോ വശങ്ങളും ഇതുപോലെ തന്നെ വെച്ച് ആ ഷോൾഡറിൻ്റെ ഭാഗം ഒപ്പമാക്കി വെച്ചിട്ട് ബാക്ക് വശത്തിൻ്റെ ക്യാൻവാസ് വെച്ച പീസ് ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കണം. നമ്മൾ കുർത്തിക്കൊക്കെ ഷോൾഡർ ജോയിൻ ചെയ്ത രീതിയിലാണ് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്ത് 2 വശം നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ 2 ഷോൾഡർ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗം ഒരേ ലൈൻ പോലെ വരണം. ഒരു ഭാഗം ഇങ്ങനെ തള്ളി നിന്നാൽ കാണാൻ ഭംഗിയുണ്ടാവില്ല. ഇനി 2 വശം നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വശം ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ക്യാൻവാസിൻ്റെ പീസിൻ്റെ സൈഡും ലൈനിങ്ങുമായിട്ട് ഹെം ചെയ്തെടുക്കാം. ഇനി 2 ഭാഗത്തും നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ അളവനുസരിച്ച് നമുക്ക് സൈഡും ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.